ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വണ്ടി എടുക്കടാ. ഇനി എവിടെ എന്തൊക്കെയാണോ ഉണ്ടാകാൻ പോകുന്നത് ഓർത്തിട്ട് ചങ്ക കത്തുക. ഈശ്വര, മാഡം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പരുത്തിക്കുന്ന് കോളനിയിലെ സ്റ്റേ പിൻവലിച്ചു. നമുക്ക് അനുകൂലമായിട്ടാ വിധി വന്നിരിക്കുന്നത്. അതൊരു നല്ല വാർത്തയാണല്ലോ. എന്നാ ഇനി ഒട്ടും വൈകിക്കണ്ട. പ്രോഗ്രാംസ് എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോവാം. അതിനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാ നോക്കിക്കോളൂ. അവിടെ നിന്ന് ഒഴിപ്പിച്ചു മാറ്റേണ്ടത് എത്ര കുടുംബങ്ങളെയാണ്, അവർക്ക് എവിടെയൊക്കെയാണ് താമസ സംവിധാനം ഒരുക്കേണ്ടത്, അങ്ങനെ എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള പോക്ക് പരുത്തിക്കുന്ന് കോളനി എന്നേക്കുമായി ഇല്ലാതാക്കുന്ന പോക്കായിരിക്കണം. ശരി മാഡം. എടുത്തിയമ്മേ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്റെ ആശാനെ ഏട്ടത്തമ്മ ഇതുപോലെ സംശയിക്കരുതായിരുന്നു. ഊണിലും ഉറക്കത്തിലും ഏട്ടത്തമ്മയുടെ ചിന്തകളോട് നടക്കുന്ന എന്റെ ആശാനെ ഏതോ ഒരു പെണ്ണുമായിട്ട് ഏട്ടത്തമ്മ സംശയിച്ചില്ലേ? ആ മനസ്സിൽ എത്ര കാലം കഴിഞ്ഞാലും എന്റെ ഏട്ടത്തമ്മ മാത്രം ഉണ്ടാവുള്ളൂ. ആശാന്റെ നിശ്വാസവും വിശ്വാസവും എന്റെ ഏട്ടത്തമ്മ. ആ ഏട്ടത്തമ്മ എന്താ എന്റെ ആശാനെ മനസ്സിലാക്കാത്തെ? എന്റെ ആശാന്റെ സ്നേഹം എന്തോ മനസ്സിലാക്കാത്തെ? അല്ല, ഞങ്ങൾക്കൊക്കെ തെറ്റുപറ്റിയാലും എന്റെ ഏടത്തിയമ്മയ്ക്ക് തെറ്റുപറ്റാൻ പാടില്ലല്ലോ. കാരണം അച്ഛന്റെ ജീവന്റെ ജീവനല്ലേ എന്റെ ഏടത്തിയമ്മ. പറഞ്ഞു കഴിഞ്ഞോ? ഇത്രയെങ്കിലും ഞാൻ എന്റെ ആശനോട് പറയണ്ടേ ഏടത്തിയമ്മേ? എന്റെ വിഷ്ണുവേട്ടന് വേണ്ടി എനിക്കും ഇതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോറി വിഷ്ണുവേട്ടാ. നിർത്താൻ.
യോഹന്നാനെ, എന്താ മാറിയിക്കടാ അങ്ങോട്ട്. യോഹന്നാനെ, ഇറങ്ങി വാടാ. നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നാടാ ഞാൻ ഈ വിളിക്കുന്നേ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഇതാര്? മാണിക്കോത്ത ഗ്രൂപ്പിന്റെ MD മഹേന്ദ്ര സാറാ? എന്താണാവോ ഈ പാവങ്ങളുടെ വീട്ടുമുറ്റത്ത്? നിന്റെ പൊക്കവും മണ്ണവും ഒക്കെ ഒന്ന് എടുക്കാനാ. ഓ, എടാ, നല്ല പട്ടുകുപ്പായത്തിൽ പൊതിഞ്ഞ് നിന്നെ പെട്ടിക്കകത്തോട്ട് വെക്കുമ്പോ നിന്റെ ഈ കൈയും കാലും തലയും ഒന്നും പുറത്തോട്ട് പോകാൻ പാടില്ലല്ലോ. എടാ, അപ്പൊ നീ എല്ലാ കച്ചവടവും നിർത്തി ഇപ്പൊ ശവപ്പെട്ടി കച്ചവടം തുടങ്ങിയോടാ? എടാ, നിനക്ക് പണ്ട് പട്ടിക്കൂട് ഉണ്ടാക്കി വിട്ട പാരമ്പര്യം നിന്റെ അപ്പനുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പാരമ്പര്യം മോനായിട്ടിപ്പം തുടരുന്നതേ വളരെ നല്ലതാ. ആളുകൾക്കുള്ള സംശയം അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. എടാ, അമ്മ പറയുന്നതാണ് മക്കൾക്ക് അച്ഛൻ. ആ, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അങ്ങനെ ഒരാളുണ്ടായത് എന്റെ ഭാഗ്യം. അല്ലാതെ നിന്നെ പോലെ അങ്ങനെ ഒരു പേര് പോലും കൃത്യമായിട്ട് പറയാതെ നിന്നെ വിട്ടുപോയ നിന്റെ അമ്മയുടെ ആത്മാവിനോടെങ്കിലും നീ ചോദിച്ചിട്ടുണ്ടടാ അങ്ങനെ ഒരാൾ ആ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്ന്? എടാ മഹേന്ദ്ര, അപ്പാ, ഇവനോടൊക്കെ വാക്കുകൊണ്ടല്ല, ആയുധം കൊണ്ട് വേണം മറുപടി പറയാൻ. അവര് പറയട്ടടാ, അവര് പഴയ കൂട്ടുകാരും ഇപ്പോഴത്തെ ബിസിനസ് ശത്രുക്കളും ഒക്കെയാ. അവര് തമ്മിൽ പരസ്പരം വാക്ക് തർക്കമൊക്കെ ഉണ്ടാവും, ചിലപ്പോ പരസ്പരം പടവെട്ടിയെന്നും വരാം. പക്ഷേ നമ്മൾ മക്കൾ അതിൽ ഇടപെടാൻ പാടില്ല. മാറിയിക്കണം അങ്ങോട്ട്. എന്റെ കുടുംബത്തിൽ കയറി വന്നിട്ട് നീക്കി വർത്താനം പറയുന്നതെന്ന് ഓർക്കണം. ഇതിപ്പോ ഇവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ ഇനി നീ വിളച്ചില് കാണിച്ച നിന്റെയൊക്കെ ബെഡ്റൂമിൽ കയറി ശിവൻ അടയിരിക്കും. കാണോടാ നിനക്ക്? ആ കാണണം, കാണിക്കണം നീ. എങ്കിൽ നീ ആണെന്ന് ഞാൻ പറയും. ആന്റണി, വേണ്ടടാ, വിട്ടേരെ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവൻ പറയട്ടെ. അതിനാണല്ലോ പടപ്പുറപ്പാടുമായിട്ട് ഇവിടേക്ക് വന്നേക്കുന്നത്.